മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 1, 18 മുതലുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് മാസം 18-ാം തീയതി നമ്മൾ ഈശോയുടെ ചുറ്റും ഈ രാത്രിയിൽ ഒരുമിച്ചിരിക്കുമ്പോൾ ഈശോ നമ്മോട് പറയുന്നത് തൻ്റെ വളർത്തുപിതാവായ യൗസേപ്പിതാവിനെ കുറിച്ചാണ്. നാളെ മാർച്ച് 19 യൗസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാൾ തിരുസഭ ആഘോഷിക്കുന്ന ദിവസമാണല്ലോ. യൗസേപ്പിതാവ് എപ്രകാരമാണ് തൻ്റെ പദ്ധതികൾ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾ സ്വീകരിച്ചത് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈശോ നമുക്ക് നൽകുന്നത്. യൗസേപ്പിതാവിൻ്റെ രഹസ്യം എന്നൊരു ചിന്തയുണ്ട്. ദ സീക്രസി ഓഫ് സെൻറ്റ് ജോസഫ്. യൗസേപ്പിതാവ് തീരുമാനിക്കുകയാണ്, ഞാൻ ചില കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കും. അതിനെയാണ് രഹസ്യത്തിൽ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, യൗസേപ്പിതാവ് രഹസ്യമാക്കി വെക്കാൻ തീരുമാനിച്ച കാര്യം എന്തായിരുന്നു? ഇതാണ് ഈ ചിന്ത. ഭാര്യയെ ഉപേക്ഷിച്ചത് രഹസ്യമാക്കി വെക്കാൻ പറ്റില്ല. കാരണം വിവാഹ നിശ്ചയം നടന്നത് എല്ലാവർക്കും അറിയാം. വിവാഹം നടക്കേണ്ട തീയതിയും ആളുകൾക്കറിയാം. ഇനി വിവാഹം നടന്നില്ലെങ്കിൽ അതും എല്ലാവരും അറിയും. ഇനി ഞാനിവിടെ വിവാഹം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ വിവാഹബന്ധം നടത്താതിരുന്നാൽ അതും തീർച്ചയായും എല്ലാവരും അറിയും. അപ്പോൾ രഹസ്യത്തിൽ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് മറ്റെന്തോ കാര്യമാണ്. യൗസേപ്പിതാവ് ഒരു കാര്യം രഹസ്യമാക്കി വെക്കാൻ തീരുമാനിക്കുന്നു. അത് മറിയത്തിനും യൗസേപ്പിതാവിനും മാത്രം അറിവുള്ള കാര്യമാണ്. അതായത് അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നത് ഇവർക്കിടയിൽ മാത്രം അറിയാവുന്ന കാര്യമാണ്. അത് രഹസ്യമാക്കി വെച്ചാൽ എന്താണ് കുഴപ്പം? എന്താണ് ലാഭം? അത് രഹസ്യമാക്കി വെച്ചാൽ ആളുകൾ ചിന്തിക്കും, മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത് യൗസേപ്പിതാവുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൻ്റെ ഫലമായിട്ടാണെന്ന് ആളുകൾ നോർമലായിട്ട് സാധാരണഗതിയിൽ ചിന്തിക്കും. അപ്പോൾ യൗസേപ്പിതാവിന് മറിയത്തെ ഉപേക്ഷിക്കാൻ ഒരു കാര്യം ചെയ്താൽ മതി. അവൾക്ക് ഉപേക്ഷാപത്രം കൊടുത്താൽ മതി. മറിയം ഗർഭിണിയായിരിക്കുന്നത് തന്നിൽ നിന്നല്ല എന്ന ആ സത്യം യൗസേപ്പിതാവ് മറച്ചു വെക്കാൻ തീരുമാനിക്കുകയാണ്. അതാണ് യൗസേപ്പിതാവിൻ്റെ സീക്രസി എന്ന് പറയുന്നത്. യൗസേപ്പിതാവ് അത് മറച്ചു വെച്ചിട്ട് ഉപേക്ഷാപത്രം കൊടുത്താൽ അവൾ ഉപേക്ഷിച്ചതായിട്ട് കണക്കാക്കപ്പെടും. പക്ഷേ ഈ തെറ്റിൻ്റെ ആരോപണം മുഴുവൻ, അതായത്
ഒരു സ്ത്രീയെ ഗർഭിണിയാക്കിയതിന് ശേഷം അവളെ ഉപേക്ഷിച്ചതിൻ്റെ നിന്ന മുഴുവൻ, അതിൻ്റെ പഴി മുഴുവൻ, അതിൻ്റെ പിഴ മുഴുവൻ ആര് കേൾക്കേണ്ടി വരും? ആര് കൊടുക്കേണ്ടി വരും? യൗസേപ്പ് പിതാവ് കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. അപ്പോൾ രഹസ്യത്തിൽ ഉപേക്ഷിക്കുന്നത് വലിയ ചെലവുള്ള കാര്യമാണ്. അത് ചെലവില്ലാത്ത കാര്യമല്ല. ഒത്തിരി വ്യഥകളും വേദനകളും സാമ്പത്തിക നഷ്ടവും അടക്കമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയുള്ളൊരു കാര്യമാണ് ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ ഉപേക്ഷാപത്രം കൊടുത്ത് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്. കാരണം അവൾ ചെയ്ത തെറ്റ് വെളിപ്പെടുത്താൻ യൗസേപ്പ് പിതാവ് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ടവർ, മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ യൗസേപ്പ് പിതാവിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു വെർച്വസ് പ്രോജക്റ്റാണ്. ഒരാളും ചെയ്യാത്ത വളരെ സാഹസികമായ ഒരു പുണ്യം യൗസേപ്പ് പിതാവ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് സ്നേഹത്തെ പ്രതി. ഇപ്രകാരം സാഹസികമായ ഒരു പദ്ധതിയുമായി ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പഴി മുഴുവൻ ഞാൻ കേട്ടോട്ടെ, ആളുകളുടെ കമ്പാഷൻ മുഴുവൻ, കരുണ മുഴുവൻ മറിയത്തിന് ലഭിക്കും, പക്ഷെ കുറ്റാരോപണങ്ങൾ മുഴുവൻ ജോസഫിന് ലഭിക്കും. അത് മുഴുവൻ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. ബിക്കോസ് ഐ ലവ് ഹെർ. അവളോടുള്ള സ്നേഹത്തെ പ്രതി എന്ത് ഞാൻ സഹിച്ചോളാം. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്തിനാ അപ്പോൾ പിന്നെ ഉപേക്ഷിക്കുന്നത്? കാരണം ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചില്ലെങ്കിൽ അത് ദൈവ കൽപ്പനയുടെ ലംഘനമായിട്ട് മാറും. വ്യഭിചാരം ചെയ്തൊരു സ്ത്രീയെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ദൈവനിന്ദയായിട്ട് മാറും. അപ്പോൾ ഒരു വശത്ത് അവന് നിയമം അനുസരിക്കണം, ദൈവനിന്ദ ചെയ്യാൻ പാടില്ല. മറുവശത്ത് സ്നേഹമുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും ഇടയിൽ എല്ലാ നഷ്ടങ്ങളും ഞാൻ ഏറ്റെടുക്കാമെന്ന് പറയുന്ന ഒരു സാഹസികമായ തീരുമാനവുമായി യൗസേപ്പ് പിതാവ് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ദൈവം പറയുകയാണ്, നിൻ്റെ ആ പ്രോജക്റ്റ് മാറ്റിവെച്ചിട്ട് ഞാൻ തരുന്ന പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ. ഹല്ലേലൂയ. മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാകാത്തതാണ്. ദൈവം പറയുകയാണ്, എൻ്റെ കൽപ്പനകൾ അവിടെ നിൽക്കട്ടെ, നീ ഞാൻ പറയുന്നത് പോലെ അവളെ സ്വീകരിക്കേ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ ഈശോ ഗെത്സെമനി തോട്ടത്തിൽ ചെയ്തതുപോലെ യൗസേപ്പ് പിതാവ് പറയുകയാണ്, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടാണ് യൗസേപ്പ് പിതാവ് മറിയത്തെ പോയി സ്വീകരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇതാണ് യൗസേപ്പ് പിതാവിൻ്റെ ആ സമർപ്പണത്തിൻ്റെ മേന്മ എന്ന് പറയുന്നത്, മഹത്വം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാനുഷികമായി കണക്കുകൂട്ടി വലുതെന്നും നല്ലതെന്നും ചിന്തിക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്, ചില പ്രോജക്റ്റുകളുണ്ട്. അത് യഥാർത്ഥത്തിൽ ദൈവത്തിന് സ്വീകാര്യമാകണമെന്ന് നിർബന്ധമില്ല. കർത്താവിൻ്റെ ചിന്താഗതികൾ നമ്മുടെ ചിന്തകൾക്കും ഉപരിയാണ്. ആകാശം ഭൂമിയേക്കാൾ എത്രമാത്രം ഉയർന്നിരിക്കുന്നുവോ അതുപോലെ കർത്താവിൻ്റെ ചിന്താരീതികൾ നമ്മുടെ ചിന്താരീതികളെക്കാൾ ഉയർന്നു നിൽക്കുന്നു. നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, ഈശോയേ, എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് വെളിപ്പെട്ട് കിട്ടുന്ന അവിടുത്തെ പദ്ധതികൾ സ്വീകരിച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട്, അനുസരിച്ചുകൊണ്ട്, സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് പോകുന്നവരാണ് കുരിശു വരെ എത്തുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്നവർക്കാണ് തിരുവുദ്ധാനത്തിൻ്റെ മഹത്വമുണ്ടാകുന്നത്. യൗസേപ്പ് പിതാവ് മഹത്വപ്പെട്ടതുപോലെ നമ്മളും മഹത്വപ്പെടണമെങ്കിൽ നമ്മുടെ പദ്ധതികളെ വിട്ടുകൊടുത്ത് കർത്താവിൻ്റെ പദ്ധതികളെ ഏറ്റെടുക്കണം. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ തിരുനാമത്തിനും മഹത്വമുണ്ടാകട്ടെ. ഞങ്ങളുടെ കണക്കുകൂട്ടലുകളല്ല കർത്താവേ, അങ്ങയുടെ കണക്കുകൂട്ടലുകൾ
പൂർത്തീകരിക്കപ്പെടട്ടെ. ഞങ്ങളുടെ പദ്ധതികളല്ല ഈശോയെ, ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതികൾ നിറവേറപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. നമുക്ക് ആയിരിക്കുന്നിടങ്ങളിൽ മുട്ടുകുത്തി നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യാശീർവാദം സ്വീകരിക്കും. ഈ ഭൂമിയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള സകല മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ഈ രാത്രിയിൽ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നു. ശാരീരിക രോഗങ്ങൾ, മാനസിക അസ്വസ്ഥതകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ഭയത്തിലൂടെ, നിരാശയിലൂടെ, ദുഃഖത്തിലൂടെ, കുടുംബ ബന്ധത്തിന്റെ തകർച്ചകളിലൂടെ കടന്നു പോകുന്നു. എല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഒറീസയിൽ ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വചന ശുശ്രൂഷകളെ, കൺവെൻഷനുകളെ പ്രത്യേകം സമർപ്പിച്ച ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഉച്ചത്തിലേക്ക് നാമം വിളിക്കാം. ഈശോയേ, 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 ഈശോയേ. ആഴിതന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആഴിതന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ സ്നേഹമേ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി, സന്തോഷമുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ നല്ലൊരു തിരുനാൾ ദിവസം ഉണ്ടാകട്ടെ. നാളെ വീണ്ടും രാത്രിയിൽ ഈ വചന ശുശ്രൂഷയിൽ കണ്ടുമുട്ടുന്നതുവരെ നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.